എന്നാൽ പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ കഥ ആരംഭിക്കുന്നത്. കഥാ സംവിധാനം തിരക്കഥ എല്ലാം ഞാൻ തരും. വല്ലത് പറയണ്ട, ഇന്നാണ് അവസരത്ത് മുമ്പ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കാൻ അരി എടുത്ത് വെക്കണം. ഇന്ന് നിലത്തേക്കാൻ നേരി എടാ നോക്കിയിട്ട് എന്ത് ഫാസ്റ്റായിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. ഞാൻ കാര്യം ചെയ്യും. ചിട്ടി റോബോട്ട് പോലും ഇതേപോലെ അധ്വാനിച്ചതിന്റെ ഫലം വിയർപ്പ് കണ്ടെങ്കിൽ തെറിക്കണം. മുത്തശ്ശി വെളുത്തുള്ളിക്ക് പിടിക്കാൻ തുടങ്ങിയത് താടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ ഇറങ്ങണം. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ സംഭവം എനിക്ക് വേണം. എന്നെ കൂടി തങ്ങളെ കപ്പാസിറ്റിയെ കടക്കില്ല. ബാങ്ക് വിളിക്കാൻ 5 മിനിറ്റുള്ളപ്പോൾ ഉമ്മാവരെ കടി മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പോയി മേടിക്കാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതേ ഒരു വഴിയുള്ളൂ. പെരുന്നാളെന്ന് ഉറപ്പായോട് 10 മണിക്ക് ഇറങ്ങിയപ്പോഴാണ് പത്രിക അടച്ചിട്ട് ചുരുക്കത്തിൽ പറഞ്ഞ അങ്ങോട്ടേക്ക് നടക്കിലാണ്. വേറെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. പിന്നെ ആണ് ഇറച്ചി പിടിക്കാൻ പോയി. ചിക്കൻ വാങ്ങാൻ പോയപ്പോഴാണെങ്കിൽ ചിക്കൻ വരെ അരമണിക്കൂർ എന്താ ഇപ്പൊ ചെയ്യും. അങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂടി കാര്യങ്ങൾ നടത്തി. അങ്ങനെ എന്തിനെന്നറിയാണ്ട് കസനായിട്ട് കൊച്ചിയിൽ അമ്മായിമുക്കുരെന്ന് സത്യം പറഞ്ഞ കാലൂത്ത സ്ഥലയിലാണ്. എല്ലാ കൊച്ചിക്കാരും പായന്നിറങ്ങിയിട്ട് റോട്ടിൽ തന്നെ ഇപ്പം ഇവിടെ രണ്ടെണ്ണം വെടിപൊട്ടിക്കാൻ നിൽക്കണം. എന്താ ഇവിടെ സംഭവം. ഉടുപ്പൊക്കെ അഴയിലിട്ടാണ് വിൽക്കണം. അതും വെറും 100 രൂപ. ഓണ വയ്ക്ക് ഒരു ആഗ്രഹം ഒരു അവക്കാടോ ഷീ കുടിക്കണം. ഇന്നത്തേക്ക് ഷുഗർ കട്ടൊക്കെ മാറ്റി വെക്കും. അങ്ങനെ അവിടെ അവക്കാടോ ഷീക്ക് മേടിച്ച് തിക്കിലും തിരക്കിലും നമ്മൾ നേരെ പോയി ഫോട്ടോ വെച്ച് പോയി. ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവക്കാടോ ഷീക്കാണ്. എന്താ ടേസ്റ്റ്. ഇവിടെയാണെങ്കിൽ തിമിംഗലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി നിൽപ്പുണ്ട്. കടിച്ചിട്ട് പോരുന്ന മതിയായിരുന്നു. അപ്പോൾ പെരുന്നാൾ വീഡിയോ നാളെ കാണാം. ഓക്കെ ബൈ.